നഗരത്തിന്റെ ഹൃദയഭാഗത്തു കൂടി ഒഴുകുന്ന കൊല്ലം തോടിന്റെ പലയിടങ്ങളിലും മാലിന്യ മലകൾ രൂപപ്പെട്ടു. ഒരു കാലത്ത് നഗര സൗന്ദര്യത്തിന്റെ പ്രതീകമായിരുന്ന തോട് ഇപ്പോൾ അറവ് മാലിന്യം ഉൾപ്പെടെ നിറഞ്ഞ് ഒഴുക്ക് ഏറെക്കുറെ നിലച്ച സ്ഥിതിയിലാണ്. തോട്ടിൻകരയിലെ അപകടാവസ്ഥയിലുള്ള വൈദ്യുതി പോസ്റ്റുകളും നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു. ജില്ലാശുപത്രിയിലെയും നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലിനജലവും അനധികൃത കശാപ്പുശാലകളിൽ നിന്നുള്ള അറവ് മാലിന്യവും തോട്ടിലേക്കാണ് ഒഴുകുന്നത്. ഇരുമ്പ് പാലത്തിനും കല്ലുപാലത്തിനുമിടയിൽ മാലിന്യം കത്തിക്കുന്നതും പതിവാണ്. ചരിത്രപ്രസിദ്ധമായ കല്ലുപാലം മുതൽ തേവള്ളി തടിടിപ്പ് വരെയുള്ള ഭാഗം കോർപ്പറേഷന്റെ കച്ചേരി തേവള്ളി ഡിവിഷനുകളുടെ അതിർത്തി പങ്കിടുന്നതാണ്. ഇവിടെയാണ് മാലിന്യ മല തന്നെ രൂപപ്പെട്ടിരിക്കുന്നത്. കൊല്ലം പട്ടണത്തിലെ മുഴുവൻ ഈ വ്യാപാര സ്ഥാപനങ്ങളിലെ ഹോട്ടലുകളുടെ വേസ്റ്റുകളാണ് കൊണ്ടുവന്ന് ഇവിടെ തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കല്ലുപാലം മുതൽ ഇങ്ങോട്ട് വരുന്ന എല്ലാ വഴി ഈ തോടിന്റെ കരയിൽ നോക്കിയാലും മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ അടിയന്തരമായ നടപടികൾ കേരള സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും നേതൃത്വത്തിൽ ഇടപെടണം. 14 വർഷം മുമ്പ് ഇരുകരകളിലെയും കോൺക്രീറ്റ് പൈലുകളും സ്ലാബുകളും സ്ഥാപിക്കുന്ന ജോലികൾ കരാറുകാരൻ ഏറ്റെടുത്തിരുന്നു. ഇത് നിർത്തിയെങ്കിലും ഇൻലാൻഡ് നാവിഗേഷൻ വകുപ്പ് കാര്യമായ നടപടി സ്വീകരിച്ചില്ല. പല ഭാഗങ്ങളിലും തീരമിടിഞ്ഞ തോട്ടിലേക്ക് വീണിരിക്കുകയാണ്. തോട്ടിങ്കരയിലെ ട്രാൻസ്ഫോമറും വൈദ്യുത പോസ്റ്റുകളും ഏതു നിമിഷവും തോട്ടിലേക്ക് വീഴാവുന്ന അവസ്ഥയിലാണ്. അധികൃതരെ പലതവണ അറിയിച്ചിട്ടും സ്ഥിതിക്ക് മാറ്റമില്ല. കല്ലുപാലം ഇരുമ്പുപാലം പാതയ്ക്കായി 1.20 കോടി രൂപ എസ്റ്റിമേറ്റായി സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത് അനുമതിക്കായി കാത്തിരിക്കുകയാണ്. മാലിന്യം നീക്കം ചെയ്യാനുള്ള പ്രവർത്തനം പള്ളിത്തോട്ടം ഭാഗത്ത് മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.